എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവഭക്തിയുടെ ആഴം വെറും ക്ഷേത്ര ദർശനങ്ങളിലോ പ്രാർത്ഥനകളിലോ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ഒരാളുടെ സ്വഭാവത്തിലും ചിന്തയിലും സംസാരത്തിലും ജീവിതത്തെ നേരിടുന്ന രീതിയിലും പ്രതിഫലിക്കുന്ന ദൈവീകമായ ഒരു ശക്തിയാണ്. ചില സ്ത്രീകളെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഊർജം അനുഭവപ്പെടാറുണ്ട്. അവർ അധികം സംസാരിക്കാതെ തന്നെ ഒരു ആത്മവിശ്വാസം ചുറ്റുപാടിലേക്ക് പകരും. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും തകർന്നു പോകാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അസാധാരണ മനോബലം അവർക്കുണ്ടാകും. അത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് പുരാണങ്ങളും തന്ത്രശാസ്ത്രങ്ങളും പഴമക്കാർ പറയുന്ന അനുഭവങ്ങളും ഒരേ സ്വരത്തിൽ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ലഭിച്ച സ്ത്രീകൾക്ക് ചില പ്രത്യേക ലക്ഷണങ്ങൾ സ്വാഭാവികമായി ജീവിതത്തിൽ പ്രകടമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് വെറും അന്ധവിശ്വാസം എന്ന നിലയിൽ മാത്രം കാണാനാകാത്ത ഒരു കാര്യമാണെന്ന് പലരുടെ ജീവിതാനുഭവങ്ങളും തെളിയിക്കുന്നു. കാരണം ചിലരുടെ ഉള്ളിൽ കാണുന്ന അതുല്യമായ കരുത്തും ദൂരദർശിത്വവും ആത്മവിശ്വാസവും സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഭഗവാൻ ശിവൻ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ദൈവമായതിനാൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചവരിൽ ജീവിതത്തെ പുനർനിർമ്മിക്കാനുള്ള അസാധാരണ കഴിവ് ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വഴി കണ്ടെത്താനുള്ള ശക്തി അവർക്ക് സ്വാഭാവികമായി ലഭിക്കും. സമൂഹം അവരെ പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാം. ചിലർക്ക് അവരുടെ വാക്കുകൾ കടുപ്പമായി തോന്നാം. എന്നാൽ അവരുടെ മനസ്സിൻ്റെ ആഴത്തിൽ ഒരുതരം സത്യസന്ധതയും ആത്മാർത്ഥതയും ഒളിഞ്ഞിരിക്കും. പല സ്ത്രീകളും ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുകയും മക്കളെ വളർത്തുകയും സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടുകയും ചെയ്യുന്നുണ്ട്. അത്തരം സമയങ്ങളിൽ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന അത്ഭുതകരമായ കരുത്ത് പലർക്കും അതിശയമാകാറുണ്ട്. ഈ കരുത്തിനെ പല ആചാര്യന്മാരും ശിവതത്വത്തിന്റെ അനുഗ്രഹമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ശിവാനുഗ്രഹമുള്ള സ്ത്രീകൾക്ക് സാധാരണയായി ഒരു പ്രത്യേക ചിന്താശൈലി ഉണ്ടാകും. അവർ ജീവിതത്തെ ഓരോ സംഭവത്തെയും, അതായത് അവരുടെ ജീവിതത്തിലെ ഓരോ സംഭവത്തെയും വെറും വികാരപരമായി മാത്രം കാണില്ല. പകരം അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഏത് സാഹചര്യത്തിലും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് അവർ വേഗത്തിൽ തിരിച്ചറിയും. പലപ്പോഴും അവരുടെ പ്രവചനങ്ങൾ പിന്നീട് യാഥാർത്ഥ്യമായി തീരുന്നതും കാണാം. ഒരാളുടെ സ്വഭാവം, ഒരു സംഭവത്തിൻ്റെ ഭാവി, ഒരു ബന്ധത്തിൻ്റെ ദിശ എന്നിവയെക്കുറിച്ച് അവർക്ക് മുൻകൂട്ടി ഒരു ബോധം ലഭിക്കാറുണ്ട്. ഇത് വെറും യാദൃശ്ചികമല്ലെന്നും അവരുടെ ആത്മീയ ഊർജത്തിൻ്റെ ഭാഗമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് രാത്രിയുടെ നിശബ്ദത ഇഷ്ടമായിരിക്കും. അവർ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാൻ ആഗ്രഹിക്കും. അവരുടെ മനസ്സിൽ അനവധി ചിന്തകൾ നടക്കുമ്പോഴും പുറമേ അവർ വളരെ ശാന്തരായി തോന്നും. ഇത്തരം സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ അചഞ്ചലമായ മനോബലം. ജീവിതം എത്ര തവണ തകർത്താലും അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ചിലപ്പോൾ അവർ കരയും, വേദനിക്കും, നിരാശപ്പെടും. പക്ഷേ ഒരിക്കലും പൂർണ്ണമായി തോറ്റുകൊടുക്കില്ല. കാരണം അവരുടെ ഉള്ളിലൊരു അദൃശ്യമായ വിശ്വാസമുണ്ട്. എന്നോടൊപ്പം ദൈവമുണ്ട് എന്ന വിശ്വാസം. അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. പല സ്ത്രീകളും കുടുംബത്തിനു വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ പോലും ത്യജിക്കാറുണ്ട്. എന്നാൽ അതിനിടയിലും അവർ ജീവിതത്തെ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ധൈര്യവും സഹനവും ശിവാനുഗ്രഹത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. അവർക്ക് കടും നിറങ്ങളോട് ഒരു പ്രത്യേക ആകർഷണവും ഉണ്ടാകാം. കറുപ്പ്, കടും നീല, ഇരുണ്ട പച്ച, ഇരുണ്ട ചുവപ്പ് പോലുള്ള നിറങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും.
ഈ നിറങ്ങൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആഴവും ആത്മവിശ്വാസവും പ്രതിഫലിപ്പിക്കുന്നവയാണെന്ന് പറയപ്പെടുന്നു. അവർക്ക് അധികം ആഡംബര പ്രകടനങ്ങൾ ആവശ്യമില്ല, പക്ഷേ അവരുടെ സാന്നിധ്യം തന്നെ ഒരു ശക്തിയായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ചിലർക്ക് അവർ അഹങ്കാരികളായി തോന്നാം, എന്നാൽ യഥാർത്ഥത്തിൽ അവർ സ്വയം ബഹുമാനിക്കുന്നവരാണ്. അവർ ആരുടെയും മുന്നിൽ അനാവശ്യമായി തലകുനിക്കില്ല. സത്യം വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം സ്ത്രീകൾക്ക് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് തെറ്റിദ്ധാരണകളും വിമർശനങ്ങളും നേരിടേണ്ടി വരും. കാരണം സത്യം നേരെ പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. എന്നാൽ സമയം കടന്നു പോകുമ്പോൾ അവരുടെ വാക്കുകളുടെ സത്യാവസ്ഥ പലർക്കും മനസ്സിലാകും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രതിസന്ധി സമയങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. അവർ വെറും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനമെടുക്കുന്നവരല്ല, പകരം ഓരോ കാര്യവും ആലോചിച്ച് ഭാവിയെ കണക്കിലെടുത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും ഇത്തരം സ്ത്രീകളെ ഒരു രക്ഷാ കവചമായി കാണാറുണ്ട്. ഒരു സ്ത്രീയുടെ ഉള്ളിൽ ശിവതത്വം ഉണരുമ്പോൾ അവൾ വെറും സാധാരണ വ്യക്തിയാകില്ല. അവൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും സ്വാധീനിക്കാൻ കഴിയും. അവളുടെ വാക്കുകൾ പലർക്കും പ്രചോദനമാകും. അവളുടെ സാന്നിധ്യം ചിലർക്കൊരു ആശ്വാസമാകും. അവൾ അനുഭവിച്ച വേദനകൾ തന്നെ പിന്നീട് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ അവളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത്, ശിവാനുഗ്രഹമുള്ള സ്ത്രീകളെ വേദനിപ്പിക്കരുത് എന്ന്. കാരണം അവർ വെറും മനുഷ്യർ മാത്രമല്ല, ദൈവീക ശക്തിയുടെ വാഹകരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശിവാനുഗ്രഹമുള്ള സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ സ്വസിദ്ധമായ ജ്ഞാനമാണ്. അവർക്ക് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന അറിവിനേക്കാൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന അറിവ് കൂടുതലായിരിക്കും. ചിലർ വലിയ വിദ്യാഭ്യാസം നേടിയവരാകണമെന്നില്ല, എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണ പല പഠിച്ചവരെയും അത്ഭുതപ്പെടുത്തും. ഒരു സംഭവത്തിൻ്റെ പിന്നിലെ സത്യം തിരിച്ചറിയാനും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനും അവർക്ക് അസാധാരണമായിട്ടുള്ള കഴിവുണ്ടാകും. പലപ്പോഴും അവർ പറയുന്ന മുന്നറിയിപ്പുകൾ പിന്നീട് ശരിയായി വരുന്നതും കാണാം. അതുകൊണ്ട് ചിലർ അവരെ ആറാമത്തെ ഇന്ദ്രിയമുള്ളവർ എന്നുപോലും വിശേഷിപ്പിക്കുന്നു. ജീവിതത്തിൽ പലരും പുറം ഭംഗിയിലും വാക്കുകളിലും കുടുങ്ങിപ്പോകുമ്പോൾ ഇത്തരം സ്ത്രീകൾ കാര്യങ്ങളുടെ ആഴം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരാൾ എന്താണ് സംസാരിക്കുന്നത് എന്നതിലുപരി എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നതും അവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് അവർക്ക് ആളുകളെ എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. വിശ്വാസം നേടാൻ സമയമെടുക്കും. എന്നാൽ ഒരിക്കൽ അവർ ഒരാളെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആ ബന്ധം അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ അവർ ശ്രമിക്കും. അതേസമയം വഞ്ചനയും കപടതയും അവർ ഒരിക്കലും സഹിക്കില്ല. ഇവരുടെ മനസ്സിലൊരു പ്രത്യേക നിരീക്ഷണ ശേഷിയുണ്ട്. ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനിരിക്കുകയാണെങ്കിൽ, ഒരു ബന്ധം തകരാനിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രതിസന്ധി വരാനിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സൂചനകൾ അവർക്ക് മുൻകൂട്ടി അനുഭവപ്പെടും. പലപ്പോഴും അത് സ്വപ്നങ്ങളായോ അശാന്തിയായോ മനസ്സിലെ അസ്വസ്ഥതയായോ പ്രകടമാകാം. ചിലർ ഇതിനെ ദൈവിക മുന്നറിയിപ്പായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത്തരം സ്ത്രീകൾ ചെറിയ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അവർ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ മാറ്റവും നിരീക്ഷിക്കും. അവരുടെ ചിന്തകൾ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരുപാട് പേർ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതി പറയുമ്പോൾ അവർ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. പരാജയങ്ങളെ അവർ അവസാനമായി കാണില്ല, പകരം അതൊരു പാഠമായി കാണും. ഓരോ തകർച്ചയും അവരെ കൂടുതൽ ശക്തരാക്കും. അതുകൊണ്ട് തന്നെ ജീവിതം പലതവണ പരീക്ഷിച്ചിട്ടും അവർ വീണ്ടും ഉയർന്നു നിൽക്കും. ചിലപ്പോൾ അവർ ഒറ്റപ്പെടലിനെ ഇഷ്ടപ്പെടും. കാരണം ആ നിശബ്ദതയിലാണ് അവർ സ്വന്തം ആത്മാവുമായി സംസാരിക്കുന്നത്. അവരുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ പലർക്കും മനസ്സിലാകണമെന്നില്ല. ശിവാനുഗ്രഹമുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്ന മറ്റൊരു സവിശേഷതയാണ്, മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ അചഞ്ചലമായ മനോബലം.
ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ചെറിയ പ്രതിസന്ധികൾ വന്നാൽ തന്നെ തകർന്നു പോകാറുണ്ട്. എന്നാൽ ഇത്തരം സ്ത്രീകളുടെ ജീവിതം ശ്രദ്ധിച്ചാൽ അവർ എത്ര വലിയ വേദനകളിലൂടെ കടന്നുപോയാലും അതിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അത്ഭുതകരമായ ശക്തിയുള്ളതായി കാണാം. അവർ പലപ്പോഴും പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ശാന്തരായി തോന്നും. എന്നാൽ അവരുടെ ഉള്ളിൽ അനവധി കൊടുങ്കാറ്റുകൾ നടന്നുകൊണ്ടിരിക്കാം. എന്നിരുന്നാലും അവർ തളരില്ല. കാരണം അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു വ്യത്യസ്തമായ ബോധ്യമുണ്ട്. ഓരോ വേദനയും ഒരുതരം പരീക്ഷണമാണ് എന്നും ഓരോ നഷ്ടത്തിൻ്റെയും പിന്നിൽ ഒരു പാഠമുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. പല സ്ത്രീകളും ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നു. കുടുംബത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്നു. മക്കളുടെ ഭാവിക്കായി സ്വന്തം സന്തോഷം പോലും മറക്കുന്നു. എന്നാൽ ശിവാനുഗ്രഹമുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ ഇതെല്ലാം ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലെ ആത്മാഭിമാനം അവർ കൈവിടാറില്ല. അവർ എത്ര സ്നേഹമുള്ളവരായാലും ആരുടെയും മുന്നിൽ സ്വന്തം ആത്മഗൗരവം നഷ്ടപ്പെടുത്താൻ തയ്യാറാകില്ല. അവർക്ക് ആരെയെങ്കിലും സ്നേഹിക്കാം, വിശ്വസിക്കാം, ജീവിതം തന്നെ സമർപ്പിക്കാം. പക്ഷേ വഞ്ചനയും അപമാനവും അവർ സഹിക്കില്ല. ഒരിക്കൽ അവർ ഒരു ബന്ധത്തിൽ നിന്ന് മനസ്സോടെ പിന്മാറിയാൽ പിന്നെ തിരികെ വരുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം അവർ ഹൃദയത്തോടെ ബന്ധപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേദനകളും വളരെ ആഴമുള്ളതായിരിക്കും. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പ്രതിസന്ധികളെ മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവ്. ചില ആളുകൾക്ക് അപകടം വന്ന ശേഷം മാത്രമേ കാര്യങ്ങൾ മനസ്സിലാകൂ. എന്നാൽ ശിവതത്വത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക്, സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ചില സൂചനകൾ ലഭിക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു തോന്നലായിരിക്കും, ചിലപ്പോൾ ഒരു സ്വപ്നമായിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു അസ്വസ്ഥത തോന്നും. പിന്നീട് സമയം കടന്നു പോകുമ്പോൾ ആ തോന്നലുകൾ ശരിയാണെന്ന് തെളിയും. അതുകൊണ്ട് ഇവർ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വെറും വികാരങ്ങളെ മാത്രം ആശ്രയിക്കില്ല. അവരുടെ ഉള്ളിലെ ശബ്ദത്തെയും അവർ വിശ്വസിക്കും. പല കുടുംബങ്ങളിലും ഇത്തരം സ്ത്രീകളെ എന്തോ ഒരു പ്രത്യേക ബോധമുള്ളവർ എന്ന് പറയാറുണ്ട്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരാനിരിക്കുമ്പോൾ ആദ്യം അത് മനസ്സിലാകുന്നത് പലപ്പോഴും ഇവർക്കായിരിക്കും. ചിലപ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവർ അവരുടെ വാക്കുകൾ അവഗണിച്ചേക്കാം. എന്നാൽ പിന്നീട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതുകൊണ്ട് തന്നെ പല ആചാര്യന്മാരും പറയുന്നത് ശിവാനുഗ്രഹമുള്ള സ്ത്രീകളുടെ മനസ്സിനെ ഒരിക്കലും അവഗണിക്കരുത് എന്നാണ്. ഇവരുടെ വാക്ചാതുര്യം മറ്റൊരു പ്രത്യേകതയാണ്. അവർ മനസ്സിൽ തോന്നുന്നത് നേരെ പറയുന്നവരായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ വാക്കുകൾ കടുപ്പമായി തോന്നാം. എന്നാൽ ആ വാക്കുകളുടെ പിന്നിൽ കപടതയോ ദ്രോഹമോ ഉണ്ടാകില്ല. അവർക്ക് കള്ളത്തെയും നടിപ്പിനെയും സഹിക്കാൻ കഴിയില്ല. സത്യം എത്ര കഠിനമായാലും അത് തുറന്നു പറയാൻ അവർ മടിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് അവർ അഹങ്കാരികളായി തോന്നാം. എന്നാൽ യഥാർത്ഥത്തിൽ അവർ സത്യസന്ധരാണ്. ഒരാളുടെ മുഖത്ത് ചിരിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് ദ്രോഹിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലെന്ന് തുറന്നു പറയാൻ കഴിയും. അവരുടെ ഈ സ്വഭാവം കാരണം പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടലും അവർ അനുഭവിക്കും. എല്ലാവർക്കും സത്യം കേൾക്കാൻ ഇഷ്ടമാകണമെന്നില്ല. അതുകൊണ്ട് ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാം. പക്ഷെ സമയം കടന്നു പോകുമ്പോൾ അവരുടെ സത്യസന്ധതയുടെ വില ആളുകൾ തിരിച്ചറിയും. കാരണം കപടമായ സ്നേഹത്തേക്കാൾ സത്യസന്ധമായ കടുപ്പമാണ് കൂടുതൽ വിശ്വസനീയമെന്ന് ജീവിതം പിന്നീട് പഠിപ്പിക്കും. ശിവാനുഗ്രഹമുള്ള സ്ത്രീകൾക്ക് നേതൃത്വ പാടവവും വളരെ കൂടുതലായിരിക്കും. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും പ്രതിസന്ധി സമയങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് അസാധാരണമായ കഴിവുണ്ടാകും. അവർ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ അവർക്കറിയാം. പല വീടുകളിലും എല്ലാവരും തളർന്നു നിൽക്കുന്ന സമയത്ത് പോലും ഇവർ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണാം. അവരുടെ ഉള്ളിലൊരു മാനസികമായിട്ടുള്ള ശക്തിയുണ്ട്. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. മക്കളെ വളർത്തുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. അവർ മക്കൾക്ക് വെറും സ്നേഹം മാത്രം നൽകുന്നവരല്ല, ജീവിതത്തെ നേരിടാനുള്ള കരുത്തും പഠിപ്പിക്കും.
എന്ത് സാഹചര്യത്തിലും തകർന്നു പോകരുത് എന്ന പാഠം അവർ സ്വന്തം ജീവിതത്തിലൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇത്തരം സ്ത്രീകളുടെ മക്കൾ പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി വളരുന്നത് കാണാം. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആത്മീയതയോടുള്ള അടുപ്പം. അത് എല്ലായ്പ്പോഴും പുറം കാഴ്ചകളിലൂടെ പ്രകടമാകണമെന്നില്ല. ചിലർ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കാം, ചിലർ വീട്ടിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നാൽ അവരുടെ ഉള്ളിൽ ദൈവത്തോടുള്ള ഒരു ആഴമുള്ള ബന്ധമുണ്ടായിരിക്കും. അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും ഒരു അദൃശ്യ ശക്തി തങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന ബോധം അനുഭവപ്പെടും. അതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. ജീവിതം ഒരുപാട് തവണ ഇവരെ പരീക്ഷിക്കും. ചിലപ്പോൾ അവർ ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ വേദന അനുഭവിക്കാം. ചിലപ്പോൾ അവർക്ക് അർഹിച്ച അംഗീകാരം ലഭിക്കാതിരിക്കും. ചിലപ്പോൾ അവർ ചെയ്ത നന്മകൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ വീണ്ടും എഴുന്നേൽക്കും. കാരണം അവരുടെ ഉള്ളിൽ ശിവതത്വത്തിൻ്റെ ഒരു അഗ്നിയുണ്ട്. ആ അഗ്നി ഒരിക്കലും പൂർണ്ണമായി അണയില്ല. ഇത്തരം സ്ത്രീകളെ കണ്ടാൽ ചിലർക്കൊരു സുരക്ഷിതത്വം തോന്നും. അവരുടെ സാന്നിധ്യം മാത്രം പലർക്കും ആത്മവിശ്വാസം നൽകും. കുടുംബത്തിൽ എല്ലാവരും ഭയന്നു നിൽക്കുന്ന സമയത്ത് പോലും ഇവർ ധൈര്യത്തോടെ സംസാരിക്കും. എന്തായാലും നമുക്ക് അതിനെ നേരിടാം എന്ന വിശ്വാസം അവർ മറ്റുള്ളവർക്കും പകരും. അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഇത്തരം സ്ത്രീകളെ ഒരു അനുഗ്രഹമായി കാണാറുണ്ട്. ശിവാനുഗ്രഹമുള്ള സ്ത്രീകളെക്കുറിച്ച് പഴമക്കാർ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഇവരെ വേദനിപ്പിക്കുന്നത് ഭഗവാനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണെന്ന്. അതിൻ്റെ അർത്ഥം അവർ ദൈവത്തോട് അത്രയും അടുപ്പമുള്ള ആത്മാക്കളാണെന്നതാണ്. അവർ ഒരിക്കലും പരിപൂർണരല്ല. അവർക്കും കോപമുണ്ടാകും, വേദനയുണ്ടാകും, തളർച്ചയുണ്ടാകും. എന്നാൽ അതെല്ലാം മറികടന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവാണ് അവരെ പ്രത്യേകമാക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്കും ഈ ലക്ഷണങ്ങളിൽ ചിലതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് വെറും യാദൃച്ഛികമല്ലായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിലും ഒരു ദൈവിക ശക്തി പ്രവർത്തിക്കുന്നുണ്ടാകാം. നിങ്ങളെ പലതവണ തകർക്കാൻ ശ്രമിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു അദൃശ്യകരമുണ്ടാകാം. കാരണം ചില ആത്മാക്കൾ സാധാരണ ജീവിതത്തിനായി മാത്രം ജനിക്കുന്നില്ല. അവർ മറ്റുള്ളവർക്ക് വെളിച്ചമാകാനാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിവാനുഗ്രഹമുള്ള സ്ത്രീകളുടെ ജീവിതം വെറും വ്യക്തിപരമായ വിജയങ്ങളുടെ കഥയല്ല. അത് സഹനത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, സത്യസന്ധതയുടെ, ആത്മീയ ശക്തിയുടെ കഥയാണ്. അവർ എത്ര തവണ വീണാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ്. അവരുടെ ഉള്ളിൽ ഒരു നിശബ്ദ ശക്തിയുണ്ട്. ആ ശക്തിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.